ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമാണ്, വൈകുന്നേരത്തെ ഒരു റൂട്ടീനാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുറത്ത് മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്, നന്നായിട്ട് ഇടുകയൊക്കെ കുടുങ്ങുന്നുണ്ട്, കേൾക്കാമോന്നറിയില്ല. അപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്താണ്. അപ്പോൾ ഇത് ചെമ്പരത്തി നിറച്ചും പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഴ കഴിഞ്ഞ പ്രാവശ്യം ഒരു മഴ വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം മുഴുവനും പോയായിരുന്നു കണ്ടോ. മഴ കാറ് കുത്തി വരികയാണ്. അപ്പം നല്ലൊരു കട്ടൻ ചായയും കുറച്ച് വാട്ടുകപ്പ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതും ബീഫും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്പ്രിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത് ആപ്പിളിൻ്റെ ബ്ലോസമാണ്, ആപ്പിളിൻ്റെ പൂക്കളാണ്. അതിപ്പോൾ മഴ കഴിയുമ്പോൾ മിക്കവാറും പോവുമായിരിക്കും, എന്നാലും നോക്കാം. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി വന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും കുറച്ച് പച്ചക്കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കുരുമുളകിട്ട് ബീഫ് വേവിച്ച് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മൂന്നും ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇത് നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് അതൊരു അരമണിക്കൂർ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ നല്ലതാണ്. ഞാനിവിടെ അരമണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എഡിറ്റ് ചെയ്തത് ബീഫിൻ്റെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങളതാണ് കാണാൻ വേണ്ടി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ടു അരമണിക്കൂർ കഴിഞ്ഞപ്പം. അപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു തുടങ്ങിയായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആക്ച്വലി അടുപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ സ്റ്റിൽ കുറച്ച് തണുപ്പായതുകൊണ്ട് അത് മെൽറ്റ് ചെയ്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൽ സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇവിടെ കുക്കറിൽ ഞാൻ 4 വിസിലാണ് വരുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ബീഫ് നല്ല സോഫ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു 6 വിസിൽ അല്ലെങ്കിൽ 7 വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് പോകും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം നമ്മൾ ആ ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കാനായിട്ട്. അപ്പോൾ ഈ സവാള ഒരുവിധം വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഞാനൊരു 4 മണിക്ക് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 4 മണിക്ക് കഴിക്കാം. ഇവിടെ നമ്മൾ ഡിന്നർ മിക്കവാറും ഒരു 6:30ക്കാണ് കഴിക്കാറ്. അപ്പോൾ അത് മിക്കവാറും ഡിന്നറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കങ്ങനെ 4 മണി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. പിന്നെ ഇതിപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വാട്ടുകപ്പ ഇവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ, സാധാരണ കപ്പയുടെ അത്രയും സ്റ്റാർച്ചില്ലല്ലോ, കുറച്ച് സ്റ്റാർച്ചൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടുകപ്പ യൂസ് ചെയ്യുന്നത് മാത്രം. എനിക്കിഷ്ടമാണ് വാട്ടുകപ്പ മുമ്പ് മുതലേ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒരുവിധം തേങ്ങ ഞാനങ്ങ് വല്ലാണ്ടൊന്നും ബ്രൗൺ കളർ ആക്കത്തില്ല, ഒരുവിധം ഒന്ന് കളർ മാറി വരുന്ന ഒരു സമയത്താണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ അത് നമ്മുടെ തേങ്ങ നമ്മൾ ഇറച്ചിയും കൂടി ഇട്ടിട്ട് മസാലയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ബീഫ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തോളും. അപ്പോൾ അങ്ങനെ മൂപ്പിക്കേണ്ട, അങ്ങനെ കടുകിടാനൊന്നും ആവണ്ട ഒത്തിരി. അപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് വഴന്ന് വരിക എന്നുള്ളതേ ഉള്ളൂ, മൂക്കുക എന്നില്ല. അതിനകത്തേക്ക് നമ്മൾ 3 ചെറിയ തക്കാളിയായിരുന്നു, അതുകൊണ്ടാണ് 3 തക്കാളി ഇട്ടിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ചെയ്തത്. അപ്പോൾ നമുക്കത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടത് ഇതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇപ്പോൾ മൂന്നാമത് ഇട്ടത് ഒരു എരിവുള്ള മുളക് പൊടിയാണ്, അത് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ എരിവ് കുറവ് മതി. പിന്നെ അത് കൂടാതെ നമ്മൾ പച്ചക്കുരുമുളകും അരച്ച് പരട്ടിയിട്ടുണ്ട്, അതിന് ഒരുവിധം നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഇപ്പം ഇട്ട് കൊടുത്തത് കായപ്പൊടിയാണ്. നിങ്ങൾ ആരെങ്കിലും കായപ്പൊടി ഇട്ടിട്ട് ബീഫ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒത്തിരി നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും ചേർക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഈ പൊടികൾ രണ്ടും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ.
എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഇറച്ചിക്കകത്തും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ടിടണം, അതിൻ്റെ ആവശ്യം പോലെ നിങ്ങളുടെ ഇതുപോലെ നോക്കിയിട്ട് ഇടണം. അപ്പം ഇനിയിപ്പം നമ്മൾ കുക്കറിൽ നിന്നുള്ള അപ്പം ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പം കുക്കറിൽ നിന്നുള്ള കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ 1/4 കപ്പ് വെള്ളമേ അതിനകത്ത് ഒഴിച്ച് വേവിച്ചുള്ളെങ്കിൽ പോലും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയായിരുന്നു. അപ്പം ആ വെള്ളം ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ആ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. ബീഫ് ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ, ജസ്റ്റ് അതിനകത്ത് വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദേ അതിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയെല്ലാം നല്ല വെന്ത് എന്താ പറയുക, ആ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് ബീഫ് ഓൾറെഡി വെന്താണ്, നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കൂടുതൽ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ബീഫ് ഓൾറെഡി വെന്തതാണ്. ഇനിയിപ്പോൾ ആ മസാല നമ്മുടെ ബീഫിലേക്ക് പിടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒരു 15 മിനിറ്റോളം ചെറിയൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലിട്ട് അതൊരുവിധം വെന്ത് ചാറെല്ലാം കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് രുചിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ, അപ്പോൾ എനിക്കിപ്പോൾ കറിവേപ്പില കുറച്ച് കുറവാണ്, എൻ്റെ ചെടികളൊന്നും അത്രയും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഞാൻ ഉള്ളത് മാത്രം ഉണങ്ങിയ കറിവേപ്പിലയായിരുന്നു അതാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടെ ഇട്ട് അടച്ച് നമ്മൾ വെച്ചു. അതിനുശേഷം ഞാൻ കപ്പ എല്ലാം വെള്ളത്തിൽ നേരത്തെ ഇട്ടതായിരുന്നു, രാവിലെ തന്നെ ഇട്ടതായിരുന്നു. അപ്പോൾ ആ കപ്പ ഞാനതെല്ലാം ഒടിച്ചെടുത്തൊന്ന് ചെറുതാക്കി എടുത്തു. കാരണം അതിങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഒടിച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ 4 കഷ്ണങ്ങളായിട്ട് ആ കപ്പയുടെ പീസ് ഞാനൊന്ന് മുറിച്ചെടുത്ത് കഴുകിയെടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ കപ്പ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് കയ്പുള്ള കപ്പയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുത്തിട്ട് രണ്ടാമതൊരു വെള്ളത്തിൽ കൂടെ തിളപ്പിക്കണം. പക്ഷേ എൻ്റെ കയ്പില്ലാതിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷാലഡ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു 6 എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം ഇല്ല എനിക്ക് കപ്പ, അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ, മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, ജീരകപ്പൊടിയാണ് കേട്ടോ, ജീരകമായിട്ടല്ല ചേർത്തിരിക്കുന്നത്. ഒരു വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മളൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത്രയും സാധനങ്ങൾ കണ്ട, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയുള്ളി, അത്രയും സാധനങ്ങൾ നമ്മൾ ചതച്ചെടുത്തത് നമ്മൾ എന്താ പറയുക, ആ കപ്പയിലോട്ട് ഇട്ട്, കപ്പ ഓൾറെഡി നന്നായിട്ട് വെന്തിരിക്കുവാണല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ സാധാരണ കപ്പ വേവിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വാട്ടുകപ്പയും വേവിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത്. കടുക് വറുക്കുന്നവരുണ്ട്, അല്ലാതെ തേങ്ങ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ആക്ച്വലി ജസ്റ്റ് അടച്ചു വെച്ച് ഈ അരപ്പ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വെച്ച് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കുകയോ ചെയ്തോളൂ. ഞാൻ അതിനകത്ത് വേറെ ഒന്നും പിന്നെ കടുക് വറുക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബീഫിൻ്റെ കൂടെ കഴിക്കാനാകുമ്പം അത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടോ കപ്പ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാം റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി അത് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പയും ബീഫും ഉണ്ടാക്കി, ബീഫും റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇതൊരു ചെറിയ പാത്രം ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല വാട്ടുകപ്പ, നല്ല അടിപൊളി, നല്ല പുറത്ത് നല്ല മഴയും എല്ലാം ഉള്ളപ്പോൾ നല്ല കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.